എല്ലാ മനുഷ്യരുടെയും ഒരു പ്രാർത്ഥനയാണ് തങ്ങൾ പാർക്കുന്ന വീട് ഒന്ന് അനുഗ്രഹിക്കപ്പെടണം. വർഷങ്ങളായി ശപിക്കപ്പെട്ടവരെ പോലെ, പരാജയപ്പെട്ടവരെ പോലെ ഒരേ അവസ്ഥയിൽ പാർക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ ചിലരെ കണ്ടോണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ആത്മീയ സന്ദേശമാണ് ഇന്ന് ദൈവം ഇടപെടാൻ പോകുന്നത്. 112 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിൽ ഉണ്ടാകും. സ്തോത്രം. ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾക്ക് പരാജയ. എന്ന് ഈ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് തൊട്ട് ഞങ്ങൾക്ക് തകർച്ചയാണ്. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയൊക്കെ സങ്കടപ്പെടുകയും വ്യാകുലപ്പെടുകയും ചെയ്യുന്ന ചിലരോട് കർത്താവ് സംസാരിക്കുക, നിന്റെ വീടിനെ അനുഗ്രഹിക്കാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ യഹോവയുടെ പെട്ടകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പെട്ടകം ഒരു വീട്ടിൽ 20ഓളം വർഷം ഇരുന്നു. ആ പെട്ടകം നിമിത്തം ആ വീടിൽ ഒരു അനുഗ്രഹവും ലഭിച്ചതായിട്ട് ബൈബിളിലില്ല. എന്നാൽ ആ പെട്ടകം 3 മാസം ഒരു വീട്ടിലിരുന്നു. ആ രാജ്യത്തിലെ രാജാവ് അറിയത്തക്ക രീതിയിൽ ആ വീടിനെ ദൈവം അനുഗ്രഹിച്ചെന്നാണ്. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക, ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞ നിന്റെ വീടിനെ കർത്താവിന് അനുഗ്രഹിക്കാൻ പ്ലാനുണ്ട്. അതാ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന സന്ദേശം. ബാക്കി ഒരിക്കൽ കൂടെ പറയാം, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിൽ ഉണ്ടാകും. മോറിയ മലയുടെ നെറുകയിൽ ഇസഹാക്കിനെയും കൊണ്ട് യാഗത്തിന് പോയ അബ്രഹാം നിരാശപ്പെട്ടല്ല മലയിറങ്ങിയത്. അവന്റെ കാതുകളിൽ ഒരു ശബ്ദം മുഴങ്ങി, അബ്രഹാമേ, നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആരാധിക്കാൻ വരുന്നവനോടുള്ള ദൂത്, ആരാധന കഴിഞ്ഞ് പോകുമ്പോഴുള്ള ദൂത്, നിനക്കൊരു അനുഗ്രഹമുണ്ട്, അത് ഐശ്വര്യമായ അനുഗ്രഹമായിരിക്കും. തകർന്ന വീടുകളിൽ ഇരുന്നു കൊണ്ട് വീടിന്റെ തകർച്ചയിൽ സങ്കടപ്പെടുന്ന നിന്നോടുള്ളൊരു ദൂത്, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. അങ്ങനെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വീടിനകത്ത് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകട്ടെ. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിലുണ്ടാകും. ഗോഡ് ബ്ലസ് യു.